അടിപൊളി സാധനം, സൂപ്പർ. ട്രാവൽസ് കിച്ചൻ്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു ഓണം സ്പെഷ്യൽ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിന്നൊരു സ്പെഷ്യലായിട്ടൊരു കുക്ക് വന്നിട്ടുണ്ട്. മനു ആണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കുക്ക്. അപ്പോൾ ഇന്നൊരു മനു ഓണം സ്പെഷ്യലായിട്ടൊരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് നമുക്ക്. അതുപോലെ സാധാരണ ഞാൻ മാത്രമേ ഉണ്ടാകാറുള്ളൂ, എൻ്റെ മാത്രം കണ്ട് നിങ്ങൾക്ക് ബോറടിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ അതിനൊരു ചേഞ്ച് വേണ്ടിയാണ് ഞാൻ 3-4 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ചങ്കാണ്, ഗൗതാണ്. ഇത് അഫ്സൽ, ആൾ വലിയ വിദേശത്തുള്ള വലിയ മെയിൻ ആളാണ്. ക്വാറന്റൈന് വന്നിട്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ. അപ്പോൾ നമുക്ക് മനുവിൻ്റെ ഐറ്റം എന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നല്ല ടേസ്റ്റി ആയിട്ടൊരു പാലടയും. പാലട മീൻസ് നമ്മുടെ ഓണത്തിന് എന്താ പറയുക, പായസം ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ്. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് 3 ചേരുവ വെച്ചിട്ടൊരു പാലട. അപ്പോൾ നമുക്കെന്തായാലും പരിപാടി തുടങ്ങിയേക്കാം. അപ്പം ഇത് തീ കൊളുത്തി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ 2 ഗസ്റ്റുകളെ തന്നെ ക്ഷണിച്ചേക്കാം. അടപ്പ് ആദ്യം അവന്മാർ തന്നെ കത്തിക്കട്ടെ. അപ്പം നമ്മളിന്ന് പരിപാടിയപ്പോൾ തുടങ്ങുവാണ്. നമുക്കിപ്പോൾ ഇന്ന് വേണ്ടത് 3 ഇൻഗ്രീഡിയൻസ് ആണ്. പാല്, അട, പഞ്ചസാര. ആ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പാലട തയ്യാറാക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പഞ്ചസാര കുറുക്കിയെടുക്കണം. അവിടെ പഞ്ചസാര നോക്കണം. ഒരു 1/2 കിലോ പഞ്ചസാര നമ്മൾ എടുത്തേക്കണത്. 1/2 കിലോ മൊത്തം ഇട്ടിട്ടില്ല, ചെറിയ തീയിൽ, തീ കൂടരുത്, തീ കൂടി കരിഞ്ഞു പോകാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് പഞ്ചസാര ഒന്ന് കുറുക്കിയെടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുക്കണം, അടി പിടിക്കാത്ത രീതിയിൽ ഒന്ന് കുറുക്കിയെടുക്കുക. പഞ്ചസാര ഉണ്ട്, ഞാനത് വിചാരിച്ചായിരുന്നു. കളർമാരും നീ കേട്ടോ, മിക്സി കടപ്പില്ലാതെ അടിച്ച ചരിത്രമുണ്ട്. അതും തേങ്ങ പഞ്ചസാര ഇതാക്കിയിട്ട് ഉപ്പക്കൊണ്ട് കേട്ടോ, അതല്ല ടേസ്റ്റ് കൂടും. അതിന്റെ ടൈപ്പ് ഞാൻ പറയും കേട്ടോ. എടാ ഒരൊറ്റ തട്ടിയും കൂടി തേങ്ങ ചേർന്നിട്ടുണ്ടെന്ന് ഞാൻ ഒരക്കായി. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് കുറുകി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം നമ്മൾ ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് ഇളക്കി വന്നപ്പോൾ ഈ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം. ഓക്കെ, പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാല് അത്യാവശ്യം ചെറിയൊരു പിങ്ക് കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കൂട്ടിച്ച് പാല് തിളപ്പിച്ച് ഒന്ന് പറ്റിച്ചെടുക്കണം. സമയം പിടിക്കും, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് പാലത് തിളച്ച് വരണം. മനസ്സിലായില്ല, കൊളാക്കാൻ നേരത്തെ കുറച്ചുണ്ടാക്കിയത്. അപ്പോൾ കൂട്ടാ ചെറുതായിട്ടൊന്ന് മേലോട്ട് നോക്കണം. എടുത്തു സ്ലോ മോഷനിൽ കിടക്കുന്നത്. അഫ്സൽ പുതിയ അഡ്വഞ്ചറിലായിട്ട് കൈവച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അകത്തേക്ക് ഇനി അട ചേർത്ത് കൊടുക്കുക. അട നമ്മൾ ചൂടുവെള്ളത്തിൽ ഒരു 20 മിനിറ്റോളം വെച്ച്
നല്ല ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തൊരു 20 മിനിറ്റോളം വെച്ച് പാത്രം മൂടി വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുത്താണ്. 20 മിനിറ്റ് വെച്ചാൽ മതി. തീ വെക്കേണ്ട കാര്യമില്ല. നല്ല ചൂടായി കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്തിട്ട് വെള്ളത്തിൻ്റെ അകത്തേക്ക് അട വെച്ചിട്ട് ചൂടാക്കിയെടുത്താണ്. ഇവിടെ അട എടുത്ത് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് അട ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് അട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് സെറ്റായി വന്നു. ഫീൽ ചെയ്തിട്ടോ? നിങ്ങൾക്ക് ഒരു ക്രീമി ടേസ്റ്റ് കിട്ടുന്നുണ്ടോ? ഇല്ലേ, അതന്നെ ക്രീമി ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പാലട റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആ പിങ്ക് കളറൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ പായസം എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാലട റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് താഴത്തോട്ട് ഇറക്കി വെച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പാലട അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രീമി സാധനമാണ്. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. ട്രാവലേഴ്സ് കിച്ചൻ്റെ ഓണാശംസകൾ.